ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 7-ാം തീയതി മലയാളത്തിലെ മറ്റൊരു ബഡ്ജറ്റുള്ള സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്ന സിനിമയാണല്ലോ ദിലീപ് നായകനെ എത്തിയ തങ്കമണി. രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത സിനിമയുടെ ആദ്യ പ്രദർശനം കേരളത്തിലെ ഉടനീളം തിയേറ്ററുകളിൽ ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ഷോയുടെ ആദ്യ പകുതി അഭിപ്രായങ്ങൾ ഇപ്പോഴത്തെ പുറത്തു വരുമ്പോൾ ഒട്ടും സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളല്ല പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എന്തൊക്കെയോ സിനിമയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ വേണ്ട രീതിയിൽ മികച്ച ഔട്ട്പുട്ടോടെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നില്ല. അതിൽ പ്രധാനമായിട്ടും സിനിമയുടെ ടെക്നിക്കൽ വശത്തിനെ കുറിച്ചുള്ള നെഗറ്റീവ് അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മേക്കിംഗ് ഒപ്പം തന്നെ ക്വാളിറ്റി ഇല്ലായ്മ എല്ലാം തന്നെ കൂടുതൽ പ്രേക്ഷകർ നെഗറ്റീവായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. നേരത്തെ വന്ന സിനിമയുടെ കണ്ടന്റുകൾ കൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് സിനിമ കാണാനായിട്ട് കൂടുതൽ പ്രേക്ഷകരും തിയേറ്ററുകളിലേക്ക് പോയിരിക്കുന്നത്. പക്ഷെ അവരെ പോലും സിനിമ നിരാശപ്പെടുത്തിയിരിക്കുന്നു. ആവറേജ്, ബിലോ ആവറേജ്, മോശം അഭിപ്രായങ്ങളാണ് ആദ്യ പകുതി തന്നെ നേരിടുത്തിരിക്കുന്നത്. ഇനി രണ്ടാം പകുതിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാനെന്നാണ് ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ പകുതി അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇനി അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. ദിലീപിന്റെ തങ്കമണി എന്ന സിനിമ ഏകദേശം 25 കോടി രൂപയ്ക്ക് മുകളിലെ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. 1986 കട്ടപ്പനയ്ക്ക് അടുത്തുള്ള തങ്കമണിയിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് തങ്കമണി എന്ന ദിലീപ് സിനിമ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് മുന്നേ തന്നെ സിനിമയുടെ മുഴുനീള ആദ്യ അഭിപ്രായങ്ങൾ പുറത്തുവരും. കാത്തിരിക്കൂ തങ്കമണി എന്ന സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്.